നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില ലൈഫ് ലെസൺസ് ഉണ്ട്. സോ ഏതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ആ ഒരു 10 ലൈഫ് ലെസൺസ് എന്ന് നമുക്ക് നോക്കാം. ലെസൺ നമ്പർ 1, ഫിയർ ഈസ് ജസ്റ്റ് ഇൻ യുവർ മൈൻഡ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ പേടി കൊണ്ട് മാത്രം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ടായിരിക്കും. ശരിക്കും എന്താണ് ഈ ഒരു ഭയമെന്നുള്ളത്? ഈ ഒരു ഭയമെന്നുള്ളത് അത് നമ്മുടെ മനസ്സിലുള്ള ഏതാനും നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ്. അതൊരിക്കലും റിയാലിറ്റിയിലുള്ള ഒരു കാര്യമല്ല. ഏതൊരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മൾ നോക്കിക്കാണുക അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സൈഡായിരിക്കും. നമ്മൾ 2 വിത്തുകൾ ഭൂമിയിൽ നട്ടാൽ ഏതിനെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത് അതിൻ്റെ വേരുകളായിരിക്കും ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ ആഴ്ന്നിറങ്ങുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും. നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ഉണ്ടായിരിക്കും, നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഏതിലേക്കാണോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ വേരുകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആഴ്ന്നിറങ്ങുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകളിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നോക്കിക്കാണുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മളിലുള്ള നല്ല കാര്യങ്ങളിലേക്കായിരിക്കണം, നമ്മുടെ വിശ്വാസങ്ങൾക്കായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭയമെന്നുള്ളത് അത് നമ്മുടെ ഉള്ളിലുള്ള ഏതാനും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമാണ്. അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുക നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മാത്രമാണ്. ലെസൺ നമ്പർ 2, യുവർ ലൈഫ് ഈസ് യുവർ ഓൺ ചോയ്സ്. നിങ്ങളുടെ ജീവിതം എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. ഇന്നേ വരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങളെടുത്ത തീരുമാനത്തിൻ്റെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെയും ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അത് നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും യാതൊരുവിധ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കില്ല. ലെസൺ നമ്പർ 3, മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ദാൻ ടൈം. നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ 2 ചോയ്സുകൾ വയ്ക്കുകയാണ്. ഒന്നാമത്തെ ടൈം, രണ്ടാമത്തെ മണി. ഇതിലേതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? തീർച്ചയായിട്ടും ഭൂരിഭാഗം ആളുകളും ചൂസ് ചെയ്യുക പണമായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് പണത്തിനാണ്. എന്നാൽ നമ്മൾ എന്താണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിന് പണത്തേക്കാൾ മൂല്യമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പണം നമുക്കൊരു പക്ഷേ നാളെ തിരിച്ചെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സമയം നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ സമയമെന്നുള്ളത് നിങ്ങളുടെ ജീവിതമാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നീട് നമുക്ക് ഒരിക്കലും അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് നമ്മുടെ സമയത്തിനായിരിക്കണം. ലെസൺ നമ്പർ 4, ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ്. നമ്മുടെ ലൈഫിൽ നമ്മൾ യാതൊരു കാര്യവും ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കും നമ്മൾ ചെയ്താൽ ആ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് മാറില്ല എന്ന്. ഈ ഒരു പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ പെർഫെക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക അത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. ഒരു കളിക്കാരൻ ഒരു ലെജൻഡറി പ്ലെയറായിട്ട് മാറുന്നത് അയാൾ ഒരുപാട് മാച്ചസ് കളിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ പെർഫെക്ഷന് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഡയറക്റ്റായിട്ട് ചെയ്യുക. പെർഫെക്ഷൻ എന്നുള്ളത് അത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ലെസൺ നമ്പർ 5, മണി ആൻഡ് ഹാപ്പിനെസ് ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. പലരും അവരുടെ ലൈഫിലെ അവരുടെ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഓഫ് ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് മാറും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആ ഒരു കാര്യം എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് മാറും എന്നുള്ളതൊക്കെയാണ്. എന്നാൽ നമ്മളിലെ ഹാപ്പിനെസ് എന്നുള്ളത് അതൊരിക്കലും നമുക്ക് പുറത്തു നിന്ന് കിട്ടുന്ന ഒന്നല്ല. നമ്മുടെ ഹാപ്പിനെസ് ഇരിക്കുന്നത് അത് മറ്റു വസ്തുക്കളിലോ പണത്തിലോ അല്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിനെ ഓർത്തുകൊണ്ട് നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു റിവാർഡ് എന്നുള്ളത്. ലെസൺ നമ്പർ 6, യു കാൺട്ട് ഇംപ്രസ് എവരി വൺ. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും നമ്മളിൽ അട്രാക്റ്റ് ആയിട്ട് മാറണം, എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണമെന്ന്. എന്നാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ ഇംപ്രസ് ചെയ്യാനോ സാറ്റിസ്ഫൈ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കാരണം ഈ ഒരു ലോകത്ത് തന്നെ എല്ലാ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിട്ടുള്ള മനോഭാവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയങ്ങളെ അനുകൂലിക്കുന്നവരും ഉണ്ടായിരിക്കും, അനുകൂലിക്കാത്തവരും ഉണ്ടായിരിക്കും. എന്ന് കരുതി നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ ഓർത്തുകൊണ്ട് വറീഡ് ആവരുത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യരുത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും, നമുക്ക് വേണ്ടിയിട്ടാവില്ല. ലെസൺ നമ്പർ 7, സക്സസ് കംസ് ഫ്രം എബിലിറ്റി. നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും തുടങ്ങാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നല്ലൊരു സമയം ആ ഒരു കാര്യത്തിന് വേണ്ടി വരട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന്. എന്നാൽ നമ്മൾ എന്താണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിലുള്ള സക്സസ് എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെയാണ്. ഇന്ന് യൂട്യൂബിൽ തന്നെയുള്ള ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള പല യൂട്യൂബ് ചാനലുകളും തുടങ്ങിയത് തന്നെ ഒരു സാധാ സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള സക്സസ് എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കഴിവിനെ മാത്രമാണ്. ലെസൺ നമ്പർ 8, ഡോണ്ട് ലെറ്റ് പാസ്റ്റ് കൺട്രോൾ യുവർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാസ്റ്റ് എന്നുള്ളത്. ഈ ഒരു പാസ്റ്റിനെ ഓർത്തുകൊണ്ട് തന്നെ ചിലർ അവരുടെ ലൈഫിൽ അവരുടെ പ്രസൻറ്റ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കും. ഇതും വഴി അവർ പാസ്റ്റിൽ എന്താണോ ചെയ്തത് അതേ മിസ്റ്റേക്ക് തന്നെ അവരുടെ ഫ്യൂച്ചറിലും ആവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ പാസ്റ്റിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, എന്നാൽ പാസ്റ്റിൽ നിന്ന് ലേൺ ചെയ്ത കാര്യങ്ങളിലൂടെ നമ്മുടെ പ്രസൻറ്റ് ലൈഫിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്റ്റിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ദുഃഖിച്ചിരിക്കരുത്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യാനും ചെയ്ത മിസ്റ്റേക്കുകൾ വീണ്ടും നമ്മുടെ ലൈഫിൽ ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ലെസൺ നമ്പർ 9, സേഫ് ഈസ് നോട്ട് സേഫ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും സേഫായിട്ട് ഇരിക്കണമെന്ന്. ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കും, യാതൊരുവിധ റിസ്ക്കും നമ്മുടെ ലൈഫിൽ എടുക്കില്ല. എന്നാൽ ആരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലെടുക്കുന്ന ഏറ്റവും വലിയൊരു റിസ്ക് എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമുക്ക് പല റിസ്ക്കുകളും എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പല കാര്യങ്ങളെയും നമുക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ടും വരും. കൊറോണ വന്നപ്പോൾ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുകയും അതേസമയം ഈ ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചവരുമുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ റിസ്ക്കെങ്കിലും നമുക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. റിസ്ക് എടുക്കുമ്പോൾ നമ്മുടെ വിഷനെ കുറിച്ചിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ടും നമുക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ലെസൺ നമ്പർ 10, സ്റ്റോപ്പ് വറിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഒരു പ്രോബ്ലത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ വറി ചെയ്തിരിക്കുകയാണെങ്കിൽ യാതൊരുവിധ റിസൾട്ടും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതിന് പകരം ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സിന് വേണ്ടി റോക്കറ്റുകളുടെ വില മാർക്കറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു റോക്കറ്റിന് വേണ്ടി മാത്രം കൊടുക്കേണ്ടി വരിക 400 കോടി രൂപയോളമായിരുന്നു. എന്നാൽ ഇത്രയും തുക മുടക്കിക്കൊണ്ട് ഈ ഒരു റോക്കറ്റുകൾ വാങ്ങാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം എന്തൊക്കെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റോക്കറ്റ് നിർമ്മിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത് ഈ ഒരു റോക്കറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ആകെ ചിലവ് എന്നുള്ളത് ഈ ഒരു റോക്കറ്റിൻ്റെ മൊത്തം വിലയുടെ വെറും 2% മാത്രമാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിലൂടെ ഇലോൺ മസ്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ റോക്കറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി. സോ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫിൽ നമ്മൾ കാര്യങ്ങളെയൊക്കെ നോക്കി കാണേണ്ടത്. അല്ലാതെ ഒരു പ്രോബ്ലത്തെ ഓർത്തുകൊണ്ട് നമ്മൾ വറി ചെയ്തിരിക്കുകയാണെങ്കിൽ യാതൊരുവിധ റിസൾട്ടും യാതൊരുവിധ സൊല്യൂഷനും നമുക്ക് എന്താണ് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.